Hello everyone, so it's me Fahmida. So today we are going to deal with the paper Academic Writing and Composition എന്നുള്ള പേപ്പറിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഇതിൻ്റെ യൂണിറ്റ് വൈസ് ബ്ലോക്ക് നമ്പർ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ടുഡേ വി ആർ ഗോയിങ് ടു ലുക്ക് അപ്പോൺ ദ യൂണിറ്റ് 1. യൂണിറ്റ് 1 ആണ് ബ്ലോക്ക് നമ്പർ 1ൽ യൂണിറ്റ് 1 ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ യൂണിറ്റ് 1 ദ നെയിം ഓഫ് ദ ചാപ്റ്റർ ഈസ് ഡെവലപ്പിംഗ് ക്രിട്ടിക്കൽ അനലറ്റിക്കൽ ആൻഡ് ഇൻ്റർപ്രിറ്റീവ് തിങ്കിങ് സ്കിൽസ്. ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് തിങ്കിങ് സ്കിൽസ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ക്രിട്ടിക്കൽ തിങ്കിങ്, എന്താണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്നുള്ളതാണ്. ബിഫോർ ഗോയിങ് ടു അക്കാഡമിക് റൈറ്റിങ്ങിലോട്ട് പോകുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്. ഹൗ ക്രിട്ടിക്കൽ തിങ്കിങ് ഈസ് വർക്കിംഗ് ഇൻ അക്കാഡമിക് റൈറ്റിംഗ്, ഇങ്ങനെയാണ് ക്രിട്ടിക്കൽ തിങ്കിങ് അക്കാഡമിക് റൈറ്റിങ്ങിൽ യൂസ്ഫുൾ ആകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് അനലൈസ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് വൈ ഡു വി പ്രാക്ടീസ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്നുള്ള ഷോർട്ട് സബ് ടോപ്പിക്കാണ്. എന്തിനാണ് നമ്മൾ ക്രിട്ടിക്കൽ തിങ്കിങ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്, വാട്ട് ഇസ് ദ യൂസസ് ഓഫ് പ്രൊഡ്യൂസിങ് അവർ ക്രിട്ടിക്കൽ തിങ്കിങ്, എന്തിനാണ് നമ്മൾ ക്രിട്ടിക്കൽ തിങ്കിങ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ സിംപ്ലി വാട്ട് ഇസ് ദ ഡെഫിനിഷൻ ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ തിങ്കിങ് കെയർഫുള്ളി ഇവാലുവേറ്റിംഗ് ഇൻഫോർമേഷൻ ആൻഡ് ഐഡിയാസ്. അല്ലേ, ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ ഇവാലുവേഷൻ ഓഫ് ദ ഇൻഫോർമേഷൻ ഓഫ് ദി ഐഡിയാസ്. അല്ലേ, നമ്മളൊരു ടെക്സ്റ്റ് വായിക്കുകയാണെങ്കിൽ വി ആർ ഗാദറിങ് ഇൻഫോർമേഷൻ ഫ്രം ദ, അല്ലേ, നമ്മളത് ക്രിട്ടിക്കലി തിങ്ക് ചെയ്യും. അല്ലേ, എന്താണ് അത് മീൻ ചെയ്യുന്നത്, വാട്ട് ഡസ് ഇറ്റ് മീൻ, അല്ലെ എന്താണ് അതിൻ്റെ ഇൻറ്റൻഷൻ, അല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും. സോ ഇറ്റ് simply means that the critical thinking carefully evaluating the information or ideas. This is what is critical thinking. So ഒരുപാട് ഡെഫിനിഷൻസ് നമ്മൾ ക്രിട്ടിക്കൽ തിങ്കിങ്ങിന് കൊടുക്കുന്നുണ്ട്. അതിലൊരു ഡെഫിനിഷനാണ് നമ്മളിപ്പോൾ പറഞ്ഞത്, ക്രിട്ടിക്കൽ തിങ്കിങ് കെയർഫുള്ളി ഇവാലുവേറ്റിംഗ് ഇൻഫോർമേഷൻ ആൻഡ് ഐഡിയാസ്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ദ കപ്പാസിറ്റി ടു കമ്പാരിറ്റീവ്ലി ജഡ്ജ് ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ്, ഐഡിയാസ് ഓർ ഈവൻ പീപ്പിൾ. അല്ലേ, നമ്മൾ ഈ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്ങിലൂടെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഇൻ്റർപ്രിട്ടേഷൻ. അല്ലേ, ഒരു ടെക്സ്റ്റ് നമ്മൾ എടുക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുക്ക് നമ്മൾ എടുക്കുകയാണ്, നമ്മൾ ഇൻ്റർപ്രിറ്റ് ചെയ്യും. അല്ലേ, എന്താണ്, വാട്ട് ഡസ് ഇറ്റ് മീൻ, എന്താണ് നമ്മളുടെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ രീതിയോടെ നമ്മൾ നോക്കില്ല, നമ്മൾ അതിനെ ജഡ്ജ് ചെയ്യും. എന്തെങ്കിലും ലിമിറ്റേഷൻസോ എന്തെങ്കിലും ഡ്രോബാക്സോ എന്തെങ്കിലും കുറ്റങ്ങളോ എന്തുണ്ടെങ്കിലും നമ്മൾ അതിനെന്ത് ചെയ്യും, ജഡ്ജ് ചെയ്യൂല. ആ ഒരു ഐഡിയ നമ്മൾ ഇങ്ങനെയല്ല ഇങ്ങനെയാണ് ആവേണ്ടത് എന്നുള്ള നമ്മളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ അതിൽ കൊടുക്കും. സോ സെക്കൻഡ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് ദ കപ്പാസിറ്റി ടു കമ്പാരിറ്റീവ്ലി ജഡ്ജ് ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ്, ഐഡിയാസ് ഓർ ഈവൻ പീപ്പിൾ. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് കപ്പാസിറ്റി ടു ക്ലോസ്ലി റീഡ് ഡിഫറെൻറ്റ് ടെക്സ്റ്റ്. എന്താ ക്ലോസ് റീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ടെക്സ്റ്റ് വായിക്കുമ്പോൾ വി നീഡ് ടു ഒബ്സർവ് ഓൾ ദ തിങ്സ് ഇൻ ദർ. അല്ലേ, ആ ഒരു ടെക്സ്റ്റിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കിയിരിക്കണം. ക്ലോസ് റീഡിങ് ആയിരിക്കണം. എന്തോ ആയിക്കോട്ടെ, അതിൻ്റെ ഗ്രാമർ ആയിക്കോട്ടെ, അതിൻ്റെ മീനിങ് ആയിക്കോട്ടെ, അതിൻ്റെ സ്ട്രക്ചർ ആയിക്കോട്ടെ, ഓർഗനൈസിങ് ലേബൽസ് ആയിക്കോട്ടെ, എല്ലാം നമ്മൾ കീൻലി ഒബ്സർവ് ചെയ്തിരിക്കണം. സോ ക്ലോസ് റീഡിങ്ങിനോട് ഉദ്ദേശിക്കുന്നത് നമ്മൾ അത് കീൻലി എന്താക്കണം, ഫോർ വാട്ട് ഡസ് ഇറ്റ് മീൻ എന്നുള്ള കാര്യം എന്ത് ഡൗട്ട്സ് അതിന് ചോദിച്ചു കഴിഞ്ഞാലും നമുക്കത് പറയാൻ പറ്റണം. പിന്നെ ഒന്നെന്ന് പറയുന്നത് ദ കപ്പാസിറ്റി ടു ക്വസ്റ്റ്യൻ ആൻഡ് റീക്രിയേറ്റ് എസ്റ്റാബ്ലിഷ്ഡ് മീനിങ്. നമ്മളൊരു ടെക്സ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവണം. അല്ലേ, നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സും കിട്ടണം, നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവണം. എന്നിട്ട് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ അതിലില്ലെങ്കിൽ വി നീഡ് ടു റീക്രിയേറ്റ് ആൻ എസ്റ്റാബ്ലിഷ്ഡ് വൺ. നമ്മൾ എന്താക്കണം, പുതിയതായിട്ട് എന്തതിൽ കൊണ്ടുവരാം. അല്ലെ, എന്താണ് അതിൻ്റെ ഡ്രോബാക്സ്, ആ ഡ്രോബാക്സ് നികത്തണം നമ്മൾ. അല്ലേ, അതിലെന്തെങ്കിലും ഡ്രോബാക്ക് ടെക്സ്റ്റ് വായിച്ച് എന്തെങ്കിലും ലിമിറ്റേഷൻ നമ്മൾ അതിൽ കാണുന്നുണ്ടെങ്കിൽ അത് തിരുത്തി നമ്മൾ എന്ത് ചെയ്യണം, റിക്രിയേറ്റ് ചെയ്യണം. സോ ദിസ് ഇസ് വാട്ട് ഇസ് ക്രിട്ടിക്കൽ തിങ്കിങ്. സോ ദ ക്രിട്ടിക്കൽ തിങ്കിങ് ഹാവ് ദ കപ്പാസിറ്റി ഓർ ഇറ്റ് എൻഹാൻസസ് ദ സോഷ്യൽ ചേഞ്ച്. അല്ലേ, നമ്മളുടെ സമൂഹത്തിലെ സോഷ്യൽ ചേഞ്ച് കൊണ്ടുവരാൻ, അല്ലേ, സോഷ്യൽ ചേഞ്ച് കൊണ്ടുവരാൻ ഈ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ഹെൽപ്പ് ചെയ്യും. സോ ദിസ് ഇസ് വാട്ട് ഇസ് ക്രിട്ടിക്കൽ തിങ്കിങ്. ഓക്കെ, സോ നമ്മൾ ക്രിട്ടിക്കൽ തിങ്കിങ് എന്താ എന്നുള്ളത് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഡെഫിനിഷന് നമ്മൾ നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫൗണ്ടേഷണൽ എലമെന്റ്സ് ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ്. അല്ലേ, എന്താണ്, എന്തിനും എന്തുണ്ടാവും, ഒരു ഫൗണ്ടേഷൻ ഉണ്ടാവും. അല്ലെ, എന്തിനൊരു ബേസിക് ആയിട്ടുള്ള കാര്യം ഉണ്ടാവും. സോ ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്റെ ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ആയിട്ടുള്ള എലമെന്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. First one is listening and observing, second one is gathering data, and the third one is organizing and labeling the data. സോ ഈ ഒരു 3 സ്റ്റെപ്പാണ് ഏറ്റവും ഫൗണ്ടേഷണൽ എലമെന്റ്സ് ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ലിസണിങ് ആൻഡ് ഒബ്സർവിങ്. ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് എലമെന്റ്. അല്ലേ, നമ്മളൊരു ടെക്സ്റ്റ്
ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുമ്പോൾ, ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമ്മളത് കെയർഫുള്ളി ലിസൺ ചെയ്തിരിക്കണം. എന്താണ് അത് ഉദ്ദേശിക്കുന്നത് അല്ലേ, എന്തൊക്കെ മിസ്റ്റേക്സ് അതിലുണ്ട്, എന്തൊക്കെ മെറിറ്റ്സ് അതിലുണ്ട്, അതിലൂടെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ കൺവേ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം പ്രോപ്പർലി നമ്മൾ ലിസൺ ചെയ്തിരിക്കണം. പിന്നെ ഒബ്സർവ് ചെയ്തിരിക്കണം അല്ലേ, എന്തൊക്കെ ഡാറ്റാസ് അടിപൊളിയാണ് അതിൽ, അല്ലെങ്കിൽ എന്തൊക്കെ മെറിറ്റ്സ് എന്നുള്ള കാര്യങ്ങൾ. ഇനി ഡ്രോബാക്സ്, ഏറ്റവും കൂടുതൽ നമ്മൾ ജഡ്ജ് ചെയ്യുന്ന ഒരു കാര്യം, നമ്മളൊരു ടെക്സ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക അതിൻ്റെ തെറ്റായിരിക്കും. മീൻസ് അതിൻ്റെ കണ്ടന്റിലുപരി നമ്മൾ അതിൻ്റെ തെറ്റ് കണ്ടുപിടിക്കും. സോ സ്കില്ലി ഒബ്സർവ് ചെയ്തിരിക്കുക. അതിലൊരു തെറ്റുണ്ടെങ്കിൽ നമ്മളത് കണ്ടുപിടിച്ചിരിക്കണം. മീൻസ് അത് ക്ലോസ് റീഡിങ് ആയിരിക്കണം. സോ ലിസണിങ്ങും ഒബ്സർവിങ്ങും എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 എലമെൻ്റ് ആണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താണ്, ഗ്യാതറിങ് ഡാറ്റ. നമ്മളൊരു ടെക്സ്റ്റ് കണ്ടു, അത് നന്നായിട്ട് ലിസൺ ചെയ്തു, ഒബ്സർവ് ചെയ്തു, അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതാണ് അതിന് മാച്ച് ആയിട്ടുള്ള ഡാറ്റാസ് നമ്മൾ ഗ്യാദർ ചെയ്യണം, നമ്മൾ കളക്ട് ചെയ്യണം അല്ലേ. എന്തൊക്കെ കളക്ട് ചെയ്യണം, ലെസ് അതിന് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടും, അതിൻ്റെ സോഴ്സസ്, അതിന് ആഡ് ഓൺ ചെയ്യാനുള്ള പോയിന്റ്സ് എന്നൊക്കെ നമ്മൾ ഗ്യാദറിങ് ഫ്രം ദി ഡിഫറെൻറ്റ് സോഴ്സസ് അല്ലേ. നമുക്കിപ്പോൾ ഒരുപാട് സോഴ്സസ് അവൈലബിൾ ആണ്, മീഡിയാസ്, ന്യൂസ് പേപ്പർ, പ്രിന്റ്, ഓഡിയോ വിഷ്വൽ, തിയേറ്റർ, എന്തൊക്കെയോ നമുക്ക് കുറേ മീഡിയാസും അല്ലെങ്കിൽ സോഴ്സസ് നമുക്ക് അവൈലബിൾ ആണ്. സോ ഈ ഒരു ലിസണിങ് ഒബ്സർവിങ് ടാസ്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ വി നീഡ് ടു ഗ്യാദർ എ ഡാറ്റ അല്ലേ. എന്താണ് ആ ഒരു ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഡാറ്റ നമ്മൾ ഗ്യാദർ ചെയ്യണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഗ്യാദർ ചെയ്തിട്ടുള്ള ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യണം, ഓർഗനൈസ് ആൻഡ് ലേബൽ ചെയ്യണം അല്ലേ. നമ്മളൊരു ഡാറ്റ ആദ്യം അത് ഒബ്സർവ് ചെയ്തു, ലിസൺ ചെയ്തു, പിന്നെ ഡാറ്റ നമ്മൾ കളക്ട് ചെയ്തു, പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് അത് ഓർഗനൈസ് ചെയ്യുക എന്നുള്ളത് അല്ലേ. മീൻസ് അത് കറക്റ്റ് ഓർഡറിൽ ഓർഗനൈസ് ചെയ്ത് ലേബൽ ചെയ്യുക. ആ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അതിൽ ഗ്യാദർ ചെയ്തിട്ടുള്ള ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യണം, ലേബൽ ചെയ്ത് ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ് 3ാമത്തെ സ്റ്റെപ്പ്. സോ ദീസ് ആർ ദി 3 steps that are important in the foundational elements of critical thinking. Critical thinking ന്റെ 3 important ആയിട്ടുള്ള elements ആണ്. First one is listening and observing, second one is gathering data, and the third one is organizing and labeling data. സോ നമ്മൾ ഫൗണ്ടേഷണൽ എലമെൻറ്റ്സ് ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ് നമ്മൾ പഠിച്ചു. ഫസ്റ്റ് വൺ ലിസണിങ് ആൻഡ് ഒബ്സർവിങ്, ഗ്യാതറിങ് ഡാറ്റ ആൻഡ് ഓർഗനൈസിങ് ആൻഡ് ലേബലിംഗ് ദ ഡാറ്റ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്, നമ്മൾ കുറേ ക്രിട്ടിക്കൽ തിങ്കിങ് പഠിച്ചു അല്ലേ, എന്തൊക്കെ ഫൗണ്ടേഷൻ എലമെന്റ്സ് ഒക്കെ പഠിച്ചു. എങ്ങനെയാണ് ഈ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് നമ്മൾ അക്കാഡമിക് റൈറ്റിങ്ങിലോട്ട്, ഈ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് എന്നുള്ള സ്കിൽ എങ്ങനെയാണ് നമ്മൾ റൈറ്റിംഗ് സ്കില്ലിലേക്ക് എങ്ങനെ കൊണ്ടുവരും എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അതിൽ 3 എണ്ണം ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ലേണിംഗ് ടു ആക്യുറേറ്റ്ലി സമ്മറൈസ് അല്ലേ. നമ്മളൊരു ഓഡിയോ കേൾക്കുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് നമ്മൾ വായിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആരുടെ ഒരു സ്പീച്ച് എന്തോ നമ്മൾ കേൾക്കുകയാണെങ്കിൽ നമ്മളത് സമ്മറൈസ് ചെയ്യാൻ പഠിക്കണം. വാട്ട് ഇസ് സമ്മറൈസിങ്? സമ്മറൈസിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഷോർട്ട് നോട്ട് വേർഷൻ അല്ലേ. നമ്മൾ കേട്ട ഒരു കാര്യത്തെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാണ്ട് എന്താണോ അത് കറക്റ്റ് ഉദ്ദേശിച്ചത് എന്ന് സമ്മറി അല്ലേ, ചെറിയ ചെറിയ നോട്ട്സ് ആയിട്ട് വെക്കുന്നതിനാണ് നമ്മൾ സമ്മറൈസിങ് എന്ന് പറയും. സോ ഈ ഒരു സമ്മറൈസിങ് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഏറ്റവും ഫസ്റ്റ് എലമെന്റ് ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ് ആയിട്ടുള്ള ലിസണിങ് ആൻഡ് ഒബ്സർവിങ് പക്കായിരിക്കണം അല്ലേ. സോ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആദ്യം ലിസണിങ് ആൻഡ് ഒബ്സർവിങ് സ്കില്ല് ഓക്കെ ആയിരിക്കണം. എങ്കിലേ നമുക്ക് ഈ ഒരു സമ്മറൈസിങ് പ്രോസസ്സ് സ്കില്ലിലോട്ട് അല്ലെങ്കിൽ റൈറ്റിംഗ് സ്കില്ലിലോട്ട് കൊണ്ടുവരാൻ പറ്റുമോ. സോ ഇതിലെ അപ്ലൈയിങ് ക്രിട്ടിക്കൽ തിങ്കിങ് ടു റൈറ്റിംഗ് സ്കിൽ എന്ന് പറയുന്നതിൽ ഫസ്റ്റ് വൺ ആണ് ലേണിംഗ് ടു ആക്യുറേറ്റ്ലി സമ്മറൈസ് അല്ലേ. എന്താണോ നമ്മൾ കേട്ടത് അല്ലെങ്കിൽ എന്താണോ നമ്മൾ ഒബ്സർവ് ചെയ്തത് എന്നുള്ള കാര്യം നമ്മൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, ഇന്റന്റ് ചെയ്തിരിക്കുക അല്ലെങ്കിൽ സമ്മറൈസ് ചെയ്തിരിക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിലൊരു ടാസ്ക് ആയിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് സമ്മറൈസ് ഐഡിയാസ് യു ഡിസഗ്രി വിത്ത് അല്ലെ. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ സമ്മറൈസ് ചെയ്യുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഡിസഗ്രി ചെയ്യുന്ന, എഗ്രി ചെയ്യുന്ന പോയിന്റ് ആണ് നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നില്ല. പക്ഷെ നമ്മൾ ഡിസഗ്രി ചെയ്യുന്ന, നമ്മൾ യോജിക്കാത്ത പോയിന്റ്സ് ആണ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക അല്ലെ. ബിക്കോസ് വി നീഡ് ടു റിക്രിയേറ്റ് ദ എസ്റ്റാബ്ലിഷ്ഡ് മീനിങ് അല്ലെ. നമുക്ക് എന്താക്കണം, ആ ഒരു ഡീമെറിറ്റ് പോക്കിയിട്ട് നമുക്ക് എന്താക്കണം, നമ്മളുടേതായിട്ടുള്ള ഐഡിയാസ് അതിൽ കൊണ്ടുവരണം. അത് നമ്മൾ ഫസ്റ്റ് ക്രിട്ടിക്കൽ തിങ്കിങ്ങും നമ്മൾ ഫസ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ അതേപോലെ തന്നെ നമ്മൾ ഏറ്റവും ടാസ്ക് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യം ഡിസഗ്രി ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും നമ്മൾ കൂടുതലായിട്ട് സമ്മറൈസ് ചെയ്ത് വെക്കാം. ഇതിലൊരു ടാസ്ക് ആയിട്ടാണ് അത് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ലേണിംഗ് ടു ഡീറ്റെയിൽ എന്നുള്ളതാണ്. ഈ സമ്മറൈസ് ചെയ്ത് വെച്ചിട്ടുള്ള സാധനം നമ്മൾ എന്ത് ചെയ്യണം, ഡീറ്റെയിൽ ആയിട്ട് എഴുതി കൊണ്ടുവരണം. എന്ന് വെച്ചാൽ വി നീഡ് ടു ഗ്യാദർ ഇൻഫോർമേഷൻ അല്ലെ. എലമെന്റിൽ നമ്മൾ പഠിച്ചു, ലിസൺ ചെയ്തു, ഒബ്സർവ് ചെയ്തു. പിന്നെ നമ്മൾ പഠിക്കുന്ന ഗ്യാദർ ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. ഇൻഫോർമേഷൻ ഡിഫറെന്റ് സോഴ്സസിൽ നിന്നും നമ്മൾ ഗ്യാദർ ചെയ്യുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ പഠിച്ചത്. സോ എന്താക്കണം, നമ്മളത്
ഡീറ്റെയിൽ ചെയ്യാൻ പഠിക്കണം അല്ലെ. എന്ത് ക്വസ്റ്റ്യൻ അതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും വി ഡു ഹാവ് എൻ ആൻസർ അല്ലെ. നമുക്ക് അതിലൊരു ആൻസർ ഉണ്ടായിരിക്കണം അല്ലെ. നമ്മൾ ഒരിക്കലും അത് ബ്രേക്ക് ഡൗൺ ആയി പോവരുത്, നമുക്ക് അതിനൊരു ആൻസർ ഉണ്ടായിരിക്കണം. സോ അതാണ് ലേണിംഗ് ടു ഡീറ്റെയിൽ എന്ന് പറയുന്നത്. അതിലുള്ള 2 ടാസ്ക് എന്ന് പറയുന്നത് ഒന്ന് ഡീറ്റെയിലിംഗ് എവറി ഡേ ആക്ടിവിറ്റീസ് എന്നുള്ളതാണ്. ഇപ്പൊ അതിന് മെയിൻ ആയിട്ട് പറയുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഐ എം സിറ്റിംഗ് ഓൺ എ ചെയർ എന്നുള്ള എക്സാമ്പിൾ, ഞാൻ കസാരയിൽ ഇരിക്കുകയാണ് എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ്സ് സിമ്പിൾ നമ്മളത് ജസ്റ്റ് സമ്മറൈസ് ചെയ്തതാണ്. അതായത് നമ്മൾ ഇരിക്കുകയാണ് എന്നുള്ള ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് പറഞ്ഞു. ഇനി ഐ എം ഹാപ്പിലി സിറ്റിംഗ് ഓൺ ദ ചെയർ അല്ലെ, ഞാൻ ഭയങ്കര സന്തോഷത്തോടെയാണ് അതിൽ ഇരിക്കുന്നത് അല്ലെ. അത് നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. സോ ഒരു സമ്മറൈസിങ് പാറ്റേൺ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കൊണ്ടുവരാം അല്ലെ. ഫസ്റ്റ് സ്റ്റെപ്പ് സമ്മറൈസ് ചെയ്യുക, ദെൻ നെക്സ്റ്റ് ലേണിംഗ് ടു ഡീറ്റെയിൽ, അതാണ് പറയുന്നത്. പിന്നെ സമ്മേറ്റീവ് ഡീറ്റെയിൽ, നമ്മൾ സമ്മറൈസ് ചെയ്ത കാര്യം ഡീറ്റെയിൽ ചെയ്യുന്ന ടാസ്കുകൾ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ. ദെൻ മൂന്നാമത്തത് ലേണിംഗ് ടു ഓർഗനൈസ് ആൻഡ് ഇവാലുവേറ്റ് അല്ലെ. നമ്മൾ എന്ത് ചെയ്യണം, ഡീറ്റെയിൽ ചെയ്ത കാര്യങ്ങളും സമ്മറൈസ് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നല്ലപോലെ ഇവാലുവേറ്റ് ചെയ്തിരിക്കണം അല്ലെ. ഇസ് ഇറ്റ് കറക്റ്റ് ഓർ നോട്ട്, ഇസ് ഇറ്റ് റൈറ്റ് ഓർ റോങ് അല്ലെ. കറക്റ്റ് ആണോ റോങ് ആണോ, എന്തൊക്കെ പോസിബിലിറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് അതൊന്ന് വരാം, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യങ്ങളൊക്കെ പക്ക ആയിരിക്കണം അല്ലെ. സോ ഫസ്റ്റ് തേർഡ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ലേണിംഗ് ടു ഓർഗനൈസ് ആൻഡ് ഇവാലുവേഷൻ അല്ലെ. ഇവാലുവേഷൻ പക്ക ആയിരിക്കണം, എന്നിട്ട് അത് ഇവാലുവേറ്റ് ചെയ്ത് നമ്മളത് ഓർഗനൈസ് ചെയ്യാൻ പഠിക്കണം അല്ലെ. നമുക്കൊരു റൂട്ട് വേണം. അപ്പൊ നമ്മൾ മെത്തേഡ്സ് ഓഫ് ഇവാലുവേഷൻ ആണ് നമുക്കുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ അല്ലെ. അങ്ങനെ രണ്ട് ഇവാലുവേഷൻ, 2 ആസ്പെക്ട്സ് ഓഫ് ഇവാലുവേഷൻ ആർ ദർ ഇൻ തേർഡ് തിങ്കിങ് സ്കിൽസ് ടു റൈറ്റിംഗ്. ലേണിംഗ് ടു ഓർഗനൈസ് ആൻഡ് ഇവാലുവേഷനിൽ 2 ആസ്പെക്ട്സ് ഓഫ് ഇവാലുവേഷൻ ആണുള്ളത്. ഒന്ന് അനാലിസിസ് ആണ്, ഒന്ന് ഇന്റർപ്രിട്ടേഷൻ ആണ്. എന്താണ് അനാലിസിസും എന്താണ് ഇന്റർപ്രിട്ടേഷനും എന്നുള്ളതാണ്. അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ബ്രോഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റോ അല്ലെങ്കിൽ ഒരു ഐഡിയയോ നമ്മൾ ഭയങ്കര സ്മോളർ പാർട്ടാക്കി ഭയങ്കര സ്മോൾ ആക്കി നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊണ്ടുവരുന്ന രീതിക്കാണ് നമ്മൾ അനാലിസിസ് എന്ന് പറയുന്നത് അല്ലേ. കാരണം നമ്മൾ സമ്മറൈസ് ചെയ്യുമ്പോൾ തന്നെ നമ്മളത് അനാലിസിസ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. ആ ഒരു വലിയൊരു ബ്രോഡ് സബ്ജക്റ്റ് അല്ലെങ്കിൽ സ്പീക്കർ പറഞ്ഞ അല്ലെങ്കിൽ ആർട്ടിക്കിൾ വായിച്ച ആ ഒരു ബ്രോഡ് ആയിട്ടുള്ള ടോപ്പിക്കിനെ നമ്മൾ സ്മോളർ പാർട്ട്, ഇറ്റ്സ് ബ്രേക്കിംഗ് ഡൗൺ ഇൻ ടു സ്മോളർ പാർട്സ് അല്ലെ. എന്താണ്, ഓരോ സ്മോളർ പാർട്സ് ആക്കി ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ അതിനെ മനസ്സിലാക്കി കൊണ്ടുവരാണ് ചെയ്യുന്നത്. ഇതിനാണ് നമ്മൾ സിംപ്ലി അനാലിസിസ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഇന്റർപ്രിട്ടേഷൻ ആണ്. ഇന്റർപ്രിട്ടേഷൻ എന്ന വാട്ട് അവർ വ്യൂസ് ഓൺ ദാറ്റ് ടോപ്പിക്, എന്താണ് നമ്മളുടെ വ്യൂ, അതിൽ എന്താണ് നമ്മൾ അത് ജഡ്ജ് ചെയ്യുന്നത്, ആ ഒരു ഐഡിയ നമ്മൾ എങ്ങനെ നോക്കി കാണുന്നു, നമ്മളുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ് ഇന്റർപ്രിട്ടേഷനിൽ വരുന്നത്. സോ അനാലിസിസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ആ ഒരു ഹോൾ കാര്യത്തെ നമ്മൾ സ്മോളർ ആക്കി കൊണ്ടുവരുന്നു. ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ വാട്ട്സ് അവർ വ്യൂ ഓൺ ദാറ്റ് പോയിന്റ് അല്ലേ. എന്താണ് നമ്മളുടെ വ്യൂ, എന്താണ് നമ്മളുടെ ഐഡിയാസ്, എന്താണ് നമ്മളുടെ അതിലുള്ളൊരു ആർഗ്യുമെന്റ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത്. സോ ദീസ് ആർ ദ അപ്ലൈയിങ് ക്രിട്ടിക്കൽ തിങ്കിങ് ടു സ്കില്ലിങ്ങിൽ റൈറ്റിങ്ങിൽ നമ്മൾ കൊടുക്കുന്ന 3 കാര്യമാണ്. ലേണിംഗ് ടു ആക്യുറേറ്റ്ലി സമ്മറൈസ് ചെയ്യുക, അത് ഡീറ്റെയിൽ ആക്കുക, ഡീറ്റെയിൽ ആയിട്ട് അത് ഓർഗനൈസ് ചെയ്യുക, 2 രീതിയിൽ അതിനെ ഇവാലുവേറ്റ് ചെയ്യുക. ഒന്ന് അനാലിസിസ് ഇവാലുവേഷനും ഒന്ന് ഇന്റർപ്രിട്ടേഷൻ ഇവാലുവേഷൻ. സോ ഇതാണ് അപ്ലൈയിങ് ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ് ടു റൈറ്റിംഗ്. എങ്ങനെ ഇത് ക്രിട്ടിക്കൽ തിങ്കിങ് എങ്ങനെ റൈറ്റിംഗിലേക്ക് കൊണ്ടുവരും എന്നുള്ള രീതിയാണ് ഇത്. ഓക്കെ, നോക്കിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെ ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ നമ്മൾ റൈറ്റിങ്ങിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ്. 2 ഇവാലുവേഷൻ നമ്മൾ നോക്കി. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഈ 2 ഇവാലുവേഷനെ കുറിച്ചിട്ടാണ് അല്ലേ. ഒന്ന് അനാലിസിസും അതേപോലെ തന്നെ ഇന്റർപ്രിട്ടേഷൻ. സോ ലേണിംഗ് ടു അനലൈസ്, എങ്ങനെയാണ് നമ്മൾ അനലൈസ്മെന്റ് നടത്തുക എന്നുള്ളതാണ്. എന്താണ് അനാലിസിസ് എന്ന് പറയുന്നത് നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു അല്ലെ. അനാലിസിസ് ഇസ് ദ പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് ഡൗൺ ഇൻഫർമേഷൻ, ഐഡിയാസ് ഓർ സിറ്റുവേഷൻ ഇൻ ടു സ്മോളർ പാർട്സ് ടു അണ്ടർസ്റ്റാൻഡ് ദം ബെറ്റർ അല്ലെ. വലിയൊരു ഐഡിയ അല്ലെ, വലിയൊരു പ്രോസസ്സിനെ നമ്മൾ ഏറ്റവും സിമ്പിൾ ആക്കിയിട്ട് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി, ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി ചെയ്യുന്ന പ്രോസസ്സാണ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മളൊരു സോങ് എടുക്കുകയാണെങ്കിൽ സിംപ്ലി നമ്മളത് കേൾക്കും, നമ്മളോട് ആരെങ്കിലും ഒരു അഭിപ്രായം ചോദിക്കുകയാണ്, ഹൗസ് ദ സോങ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ സിംപ്ലി വി സേ ദാറ്റ് യാ ഇറ്റ്സ് ഗുഡ് എന്ന് നമ്മൾ പറയും. അതിന് പകരം ചെയ്യുന്ന ഒരു കാര്യമാണ് അതിൻ്റെ എല്ലാ സ്ട്രക്ചറും നോക്കി ഭയങ്കരമായിട്ട് നെറേറ്റീവായിട്ട് കൊണ്ടുപോയി അതിൻ്റെ ഓരോ റിതം പറഞ്ഞു കൊടുത്ത് എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപരി നമ്മൾ സിമ്പിളായിട്ട് അതിനെ അവതരിപ്പിക്കുക. ഇറ്റ്സ് ഓക്കെ ഫൈൻ അല്ലേ, നല്ലതാണ്
എന്നുള്ള ആ ഒരു ബ്രോഡർ സബ്ജക്റ്റിനെ നമ്മൾ ഭയങ്കര സ്മോളർ ആക്കി കൊണ്ടുവരിക എന്നുള്ളൊരു രീതിയാണ് അനാലിസിസിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. സോ അനാലിസിസ് ഇസ് ദ പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് ഡൗൺ ദ ഇൻഫോർമേഷൻ, ഐഡിയാസ് ഓർ സിറ്റുവേഷൻ ഇൻ സ്മോളർ പാർട്സ് ടു അണ്ടർസ്റ്റാൻഡ് ദം ബെറ്റർ. ഇങ്ങനെ സിമ്പിളാക്കി എഴുതിയാൽ മതി. എന്താണ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അല്ലേ, നമുക്ക് നമ്മളുടേതായിട്ടുള്ള അല്ലേ, നമുക്ക് അണ്ടർസ്റ്റാൻഡ് നമ്മളുടെ രീതിയിൽ നമുക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഐഡിയ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോസസ്സ് യൂസ് ചെയ്യുന്നത്. സോ 3 ടെക്നിക്സ് ആർ ദർ ടു അനലൈസ് എ ടെക്സ്റ്റ്. ഒരു ടെക്സ്റ്റ് അനലൈസ് ചെയ്യുന്നതിന് നമുക്ക് 3 ടെക്നിക്സ് ആണുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഐഡന്റിഫൈങ് ദ പാർട്സ് ഓഫ് എ നറേറ്റീവ്, സെക്കൻഡ് ഫൈൻഡ് ഡീകോഡിംഗ് ദ ആർഗ്യുമെന്റ്, തേർഡ് വൺ ഈസ് എക്സാമിനിങ് ഐഡിയാസ് ആൻഡ് ആർഗ്യുമെന്റ്സ്. ഇങ്ങനെ 3 ടെക്നിക്സ് ആണ് നമുക്ക് ലേണിംഗ് ടു അനലൈസിൽ കൊടുക്കാനുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഐഡന്റിഫൈങ് ദ പാർട്സ് ഓഫ് എ നറേറ്റീവ് എന്നുള്ളതാണ് അല്ലേ. ഇപ്പം നമ്മളൊരു ലോങ് എസ്സേ എടുത്ത് ഒരു ലോങ് പാസേജ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അതിനെ ഐഡന്റിഫൈ ചെയ്യില്ല. ഒരു ലോങ് പാസേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളും കീൻ ആൻഡ് ഒബ്സർവ് ചെയ്താൽ കൂടി നമുക്കത് അത്രയും നമ്മൾ പക്കായിട്ട് മനസ്സിലായിക്കൊള്ളണം എന്നില്ല അല്ലേ. എവിടുന്ന് ചോദിച്ചാലും നമുക്ക് അതിന്റെ ആൻസർ കിട്ടിക്കൊള്ളണം എന്നില്ല. സോ നമ്മൾ എന്ത് ചെയ്യും, ഓരോ പാർട്സ് ആയിട്ട് ആ ഒരു വലിയ നെറേറ്റീവിനെ നമ്മൾ ഓരോ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഫസ്റ്റ് പാരഗ്രാഫ്, സെക്കൻഡ് പാരഗ്രാഫ്, അല്ല ഒരു പോയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് 2 ലൈൻ എന്ന് പറഞ്ഞ് നമ്മൾ അതിന് പാർട്സ് ആക്കും അല്ലേ. എന്നിട്ട് ബെറ്റർ ഐഡന്റിഫിക്കേഷൻ നടത്തും അല്ലെ, ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് നടത്തും. അതാണ് നമ്മളുടെ അനലൈസിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. വലിയൊരു നെറേറ്റീവിനെ നമ്മൾ എന്ത് ചെയ്തു, സ്മോളർ ആക്കി കൊണ്ടുവന്ന് നമ്മളത് ബെറ്റർ പഠിക്കുന്നത് അല്ലേ. സോ ഇതാണ് ഫസ്റ്റ് എന്ന് പറയുന്നത് ഐഡന്റിഫൈങ് ദ പാർട്സ് ഓഫ് എ നറേറ്റീവ്. എന്താണത് പാർട്സ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കി കൊണ്ടുപോവുക എന്നുള്ള ഇതാണ് ഐഡന്റിഫൈങ് ദ പാർട്സ് ഓഫ് എ നറേറ്റീവ്. ദെൻ ഡീകോഡിംഗ് ദ ആർഗ്യുമെന്റ്. എന്താണ് ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ സിംപ്ലി മീൻസ് ദാറ്റ് നമ്മളൊരു ടെക്സ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ഉണ്ടാവും അല്ലെ, അത് ക്വസ്റ്റ്യൻ ചെയ്യുന്ന അല്ലെങ്കിൽ അത് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടാവും, അതിന്റെ മെയിൻ സബ്ജക്റ്റ്. ആ ഒരു സബ്ജക്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അതിനൊരു എവിഡൻസ്, ഒരു റീസൺ ഉണ്ടാവും അല്ലെ. ആ ഒരു സബ്ജക്റ്റ് അതിൽ എന്തിനു വന്നു എന്നുള്ളതിനൊരു എവിഡൻസ് ഉണ്ടാവും, അതിനുള്ളൊരു കാരണം ഉണ്ടാവും അല്ലെ. സോ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ മെയിൻ ഇന്റൻഷൻ അല്ലെങ്കിൽ മെയിൻ മീനിങ് ആണ് പറയുന്നത്. സോ എന്താക്കുക, ആ ആർഗ്യുമെന്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലായിരിക്കണം. എന്താണ് ആ ഒരു ആർഗ്യുമെന്റ് എന്നുള്ള കാര്യം നമുക്ക് പക്ക ക്ലിയർ ആയിരിക്കണം. ഐഡന്റിഫൈങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദ അണ്ടർലൈൻ സ്ട്രക്ചർ ആൻഡ് എലമെന്റ്സ് ഓഫ് എൻ ആർഗ്യുമെന്റ് അല്ലെ. ആ ആർഗ്യുമെന്റ് ഒരു ടെക്സ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിൾ കേട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ എന്തോ ആയിക്കോട്ടെ, എന്ത് വായിച്ചു കഴിഞ്ഞാലും എന്താണ് അതിൽ ഇന്റന്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് ക്ലിയർ ആയിരിക്കും. എന്നാലേ നമുക്ക് ഈ ഒരു നെറേറ്റീവിനെ പാർട്സ് ആക്കി മനസ്സിലാക്കാനൊക്കെ പറ്റുള്ളൂ. സോ ഡീകോഡ് ചെയ്തിരിക്കണം അല്ലെ, എന്താണ് ആർഗ്യുമെന്റ് എന്നുള്ളത് നമ്മൾ ഡീകോഡിങ് ചെയ്തിരിക്കണം. രണ്ടാമത്തെ ടെക്നിക്കാണ്. ദെൻ മൂന്നാമത്തത് എക്സാമിനിങ് ഐഡിയാസ് ആൻഡ് ആർഗ്യുമെന്റ്സ് അല്ലെ. ആ ആർഗ്യുമെന്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഐഡിയാസ് അതിന് കൊടുക്കാം, ജഡ്ജ് ചെയ്യാം, ക്വസ്റ്റ്യൻ ആൻസർ അല്ലെ. എന്തായാലും എക്സാമിനിങ് ഐഡിയാസ് ദ ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി നീഡ് ടു ആസ്ക് സം ക്വസ്റ്റ്യൻസ് അല്ലെ. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് അതിനോട് ചോദിച്ചിരിക്കണം. ആ ഒരു ടെക്സ്റ്റിനോട് ആ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻസിന് ആൻസർ അത് വരുന്നുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ യുവർ ആർഗ്യുമെന്റ് ഈസ് ക്ലിയർ അല്ലെ. നമ്മുടെ ആർഗ്യുമെന്റ് അവിടെ ക്ലിയർ ആയി. ഇനിയല്ല നമ്മളൊരു ക്വസ്റ്റ്യൻ അതിന് മാച്ച് ആയിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അതിന് ചോദിച്ചാൽ അതിന് ആൻസർ അതിൽ ആ ഒരു കണ്ടന്റിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് ക്ലിയർ അല്ലേ. സോ എന്താക്കണം, നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് ആൻസർ ചെയ്യാൻ പറ്റണം അല്ലേ. എന്ന് വെച്ചാൽ ആർഗ്യുമെന്റ് പക്ക ക്ലീൻ ആയിരിക്കണം എന്ന് ആണ് പറയുന്നത്. ആ ഒരു സ്ട്രക്ചർ അത് എക്സാമിൻ ചെയ്യുക, ഐഡിയസ് എക്സാമിൻ ചെയ്യുക, ആ ആർഗ്യുമെന്റ് എന്താണെന്ന് ക്ലിയർ ആവുക. ദിസ് ഇസ് വാട്ട് ഇസ് 3 ടെക്നിക്സ് ഓഫ് അനലൈസ് എ ടെക്സ്റ്റ്. ഇതാണ് 3 ടെക്നിക്ക് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഐഡന്റിഫൈങ് ദ പാർട്സ് ഓഫ് എ നറേറ്റീവ്, സെക്കൻഡ് വൺ ഡീകോഡിംഗ് ദ ആർഗ്യുമെന്റ് ആൻഡ് തേർഡ് വൺ ഈസ് എക്സാമിനിങ് ഐഡിയാസ് ആൻഡ് ആർഗ്യുമെന്റ്സ്. ഓക്കെ, സോ നമ്മൾ നോക്കിയിരുന്നത് അനലൈസ് എങ്ങനെയാണ് ഒരു ലേണിംഗ് ടു അനലൈസ് എന്നുള്ളതാണ്. 3 ടെക്നിക്സ് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലേണിംഗ് ടു ഇന്റർപ്രറ്റ് ആണ്. ഇന്റർപ്രറ്റ് എങ്ങനെയാണ് നമ്മൾ ഇന്റർപ്രിട്ടേഷൻ നടത്തുക എന്നുള്ള കാര്യമാണ്. വാട്ട് ഈസ് ഇന്റർപ്രിട്ടേഷൻ? എന്താ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഡെവലപ്പിംഗ് ദ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് ഇൻഫോർമേഷൻ, ഐഡിയാസ് ഓഫ് മെസ്സേജ് അല്ലേ. ഒരു കാര്യത്തിന്റെ ഒരു ടെക്സ്റ്റിന്റെ അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിളിന്റെ എന്തിന്റെ ആയിക്കോട്ടെ എന്തെങ്കിലും ഒരു റൈറ്റിങ്ങിന്റെ
കാര്യങ്ങൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുക. ദ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് എക്സ്പ്ലെയിൻ അല്ലേ, നമ്മളത് മനസ്സിലാക്കിയത് പറഞ്ഞു കൊടുക്കും. നമുക്ക് ഒരു കാര്യത്തെക്കുറിച്ച് ജഡ്ജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ശരിയല്ല എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് പക്ക നോളേജ്, അടിപൊളിയായിട്ടുള്ള നോളേജ് നമുക്ക് ഉണ്ടായിരിക്കണം അല്ലേ. അതിനാണ് നമ്മൾ ഈ ലിസൺ ചെയ്ത്, ഒബ്സർവ് ചെയ്ത്, ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്ത്, അതിനെ അനലൈസ് ചെയ്ത് എന്നുള്ള ഈ സ്റ്റെപ്പുകളൊക്കെ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം നമ്മൾ ക്രിട്ടിക്കൽ തിങ്കിങ് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. നമുക്കൊരു കാര്യം അല്ലെങ്കിൽ ഒരു കാര്യം നമുക്ക് ഇതല്ല ശരി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ വി നീഡ് ടു ആൻസർ സം ക്വസ്റ്റ്യൻസ് അല്ലേ. ആ ഒരു ക്വസ്റ്റ്യൻസിന് നമ്മൾ ആൻസർ ചെയ്തിരിക്കണം അല്ലെ. അത് ഓക്കെ അല്ല, ഇത് ക്ലിയർ അല്ല, ഇത് ഇങ്ങനെയല്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്കത് അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം അല്ലെ. നമുക്കത് പക്കായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് പറ്റണം. സോ ലേണിംഗ് ടു ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ, നമ്മളുടേതായിട്ടുള്ള രീതിയിൽ ചെയ്യാമെന്നുള്ളത്. സോ ഡെവലപ്പിംഗ് ദ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് ഇൻഫോർമേഷൻ, ഐഡിയാസ് ഓർ മെസ്സേജ്. ദിസ് ഇസ് വാട്ട് ഈസ് ജസ്റ്റ് ഇന്റർപ്രിട്ടേഷൻ മീൻ. സോ ഇന്റർപ്രിട്ടേഷനിൽ 2 ബേസിക് എലമെന്റ് ആണുള്ളത്. ഒന്ന് റിഫ്ലക്ഷനും ഒന്ന് സിന്തസിസുമാണ്. എന്താണ് റിഫ്ലക്ഷൻ, എന്താണ് സിന്തസിസ്, ഈ ഒരു 2 കാര്യം മാത്രമേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ പറയുന്നുള്ളൂ. റിഫ്ലക്ഷൻ, വാട്ട് ഈസ് റിഫ്ലക്ഷൻ മീൻസ് ദ പ്രോസസ് ഓഫ് ക്രിട്ടിക്കലി തിങ്കിങ് അബൌട്ട് ദ ഇൻഫോർമേഷൻ, എക്സാമിനിങ് യുവർ ഓൺ തോട്ട്സ് ആൻഡ് ബിയാസസ് അല്ലേ. എന്താണ് ബേസിക് ആയിട്ടുള്ള എലമെന്റിൽ ഫസ്റ്റ് വൺ ആണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ എന്ത് റിഫ്ലക്റ്റ് ചെയ്തു അത് കണ്ടപ്പം, അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിൾ നമ്മൾ വായിച്ചു, ഒരു ബുക്ക് നമ്മൾ വായിച്ചു, വാട്ട് യു റിഫ്ലക്റ്റ് ഓൺ ദാറ്റ് അല്ലേ. നമുക്ക് എന്ത് തോന്നി, നമ്മളുടെ തോട്ട് എന്താണ്, അല്ലെങ്കിൽ നമ്മളുടെ ഐഡിയ എന്താണ്, നമുക്ക് എന്ത് കൊടുക്കുക, അതിൽ എന്തൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു, എന്തൊക്കെ നമുക്ക് അതിൽ ഇന്റന്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം, അവർ തോട്ട്സ് ആൻഡ് ഐഡിയാസ് അല്ലെ. അതിൽ നമുക്ക് എന്തൊക്കെയാണോ തോന്നുന്നത് എന്നുള്ള കാര്യം, ക്രിട്ടിക്കൽ തിങ്കിങ് അബൌട്ട് ആർ ഐഡിയാസ് അല്ലെ, നമ്മളുടെ ഐഡിയാസും കാര്യങ്ങളാണ് അതിൽ മെയിൻ ആയിട്ട് പറയുന്നത്. സോ ദിസ് ഇസ് വാട്ട് ഈസ് റിഫ്ലക്ഷൻ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് സിന്തസിസ്. എന്താണ് സിന്തസിസ് എന്നുള്ളതാണ് the process of combining individual elements or ideas into a new whole, integrating information from multiple sources അല്ലേ. മറ്റുള്ള മൾട്ടിപ്പിൾ സോഴ്സസിൽ നിന്നും നമ്മൾ ഇൻഫോർമേഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്ത്, ടുഗദർ ചെയ്ത്, അല്ലെങ്കിൽ ഒരുമിച്ച് കൂട്ടി ഗ്യാദർ ചെയ്തിട്ട് അതൊരു ന്യൂ ഹോൾ ആക്കി മാറ്റുക. അല്ലെങ്കിൽ ആ ഒരു ഇൻഫോർമേഷനെ എന്താക്കുക, നമ്മളുടെ ഇൻഡിവിജ്വൽ തോട്ടിനായിട്ട് നമ്മൾ അത് കമ്പൈൻ ചെയ്യണം അല്ലേ. നമ്മൾ തന്നെയാണ് ശരി എന്ന് പറഞ്ഞ് നമ്മൾ നിൽക്കരുത്. നമ്മൾ മൾട്ടിപ്പിൾ സോഴ്സസിൽ നിന്ന് നമ്മൾ ഇൻഫോർമേഷൻ ഗ്യാദർ ചെയ്യണം, എന്നിട്ട് അത് നമ്മളുമായിട്ട് കണക്ട് ചെയ്യണം. ഇതിനെയാണ് നമ്മൾ സിന്തസിസ് പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, first one is reflection and the second one is synthesis. Reflection just means your own thoughts and ideas on the process of critical thinking, and the synthesis just means that the process of combining individual elements of ideas into a new whole from gathering different sources അല്ലെ. ഇൻഫോർമേഷൻ ഡിഫറെൻറ്റ് സോഴ്സസിൽ നിന്ന് ഗ്യാദർ ആയിട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ സിന്തസിസ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ 2 ടാസ്ക് ആയിട്ട് ഇതിൽ പറയുന്നത് വെച്ചാൽ റിഫ്ലക്റ്റിംഗ് ഓൺ എവറി ഡേ ലൈഫ് എന്നുള്ളതാണ് അല്ലേ. ഇപ്പം നമ്മൾ സാധാരണ ഓടുന്നു, ചാടുന്നു, ഫുഡ് കഴിക്കുന്നു എന്നുള്ള ഈ വേർബ്സ് ഒക്കെ നമ്മൾ ചെയ്യുന്നു അല്ലെ, ആക്ഷൻസ് ഒക്കെ നമ്മൾ ചെയ്യുന്നു. സോ നമ്മൾ അത് എന്താ റിഫ്ലക്റ്റ് ചെയ്യണം അല്ലേ. എന്തിനു വേണ്ടി നമ്മളിത് ചെയ്തു, എങ്ങനെ ചെയ്തു, ഫോർ വാട്ട്, എന്തിനു വേണ്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്താക്കണം, റിഫ്ലക്റ്റ് ചെയ്തിരിക്കണം. ഇതാണ് ഒരു ടാസ്ക്. നമ്മളുടെ എവറി ഡേ ലൈഫായിട്ട് കണക്ട് ചെയ്യുമ്പോൾ പറയുന്ന ഒരു ടാസ്ക്കാണ് എന്തിനാണ് നമ്മൾ ഫുഡ് കഴിച്ചത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അനലൈസ്, ഫോർ വാട്ട്, വൈ, വാട്ട്, വിച്ച് എന്നുള്ള ആൻസർ ഒക്കെ അത് ചെയ്തിരിക്കണം. അതാണ് എവറി ഡേ ടാസ്ക് എന്ന് പറയുന്നത്. പിന്നെ ടാസ്ക് 5, ലാസ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ റിഫ്ലക്റ്റിംഗ് ഓൺ വാട്ട് യു റീഡ് അല്ലേ. നമ്മൾ ഒരു ടെക്സ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ട് അത് വായിച്ചു അല്ലേ, അതിൻ്റെ ഡിഫറെൻറ്റ് സോഴ്സസിൽ നിന്ന് നമ്മൾ ഇൻഫോർമേഷൻ ഗ്യാദർ ചെയ്യണം. ഗ്യാദർ ചെയ്ത് നമ്മളുടെ ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മളത് കമ്പൈൻ ചെയ്ത് അത് ഓക്കെ ആണോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. സോ ഒരു 2 ടാസ്ക്കാണ് ഇതിൽ പറയുന്നത്. സോ ലേണിംഗ് ടു ഇന്റർപ്രിട്ടേഷനിൽ മെയിനായിട്ട് 2 ബേസിക് എലമെന്റ്, റിഫ്ലക്ഷൻ ആൻഡ് സിന്തസിസ്. ദിസ് ഇസ് വാട്ട് ഈസ് ലേണിംഗ് ടു ഇന്റർപ്രിട്ടേഷൻ. സോ ഈ ഒരു ചാപ്റ്ററിൽ മൊത്തത്തിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അക്കാഡമിക് റൈറ്റിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, ക്രിട്ടിക്കൽ തിങ്കിങ് എന്താണെന്ന് നമ്മൾ പഠിച്ചു, അതിൻ്റെ സ്റ്റെപ്പുകൾ എന്താണെന്ന് പഠിച്ചു, ലേണിംഗ്, ലിസണിങ്, ഒബ്സർവിങ്, ഗ്യാതറിങ് ഡാറ്റ എന്നുള്ള കാര്യങ്ങൾ ലേബിൾ ചെയ്യാനൊക്കെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് എന്താണ്, ഫൗണ്ടേഷണൽ എലമെന്റ്സ്, എന്തൊക്കെ എലമെന്റ്സ് ആണെന്ന് നമ്മൾ നോക്കി. പിന്നെ എങ്ങനെയാണ് ഈ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽ ഇങ്ങനെ റൈറ്റിങ്ങിലോട്ട് കൊണ്ടുവരാം എന്നുള്ളത് നോക്കി. എന്താണ് അനാലിസിസിൽ, അതിൽ 2 പറഞ്ഞു അല്ലേ, നമ്മൾ അനാലിസിസും പറഞ്ഞു, ഇന്റർപ്രിട്ടേഷനും പറഞ്ഞു. ആ അനാലിസിസും ഇന്റർപ്രിട്ടേഷനും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. യൂണിറ്റ് 1 ബ്ലോക്ക് നമ്പർ 1 അക്കാഡമിക് റൈറ്റിംഗ് ആൻഡ് കോമ്പോസിഷനിൽ ഫസ്റ്റ് ബ്ലോക്കിൽ യൂണിറ്റ് 1 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ്. സോ താങ്ക് യു.